ബേബിയാണ് കൂട്ടുകാരെ. അതുപോലെ തന്നെ എന്തെങ്കിലും കണ്ടന്റൊക്കെ നിങ്ങൾക്ക് അറിയാന്നുണ്ടല്ലോ പറഞ്ഞു തന്നെ കേട്ടോ. ആ വീഡിയോസിലൊക്കെ ഞാൻ ഉൾപ്പെടുത്താൻ നോക്കാം കേട്ടോ കണ്ടന്റ്. അതുപോലെ തന്നെ നിങ്ങൾ ആരുടെങ്കിലും പേര് ഞാൻ പറയണമെന്നുണ്ടല്ലോ കമന്റ് ചെയ്താൽ മതി കേട്ടോ. അടുത്ത വീഡിയോയിൽ ഉറപ്പായിട്ടും ഞാൻ പറയാം കേട്ടോ നിങ്ങളുടെ പേര്. ചിന്നു, നീ 2 ദിവസമായിട്ട് അവധിയായിരുന്നല്ലോ, എന്താ 2 ദിവസം നീ വരാതിരുന്നത്? കാത്തു, അത് പിന്നെ എനിക്ക് വയ്യായിരുന്നു കാത്തു, എനിക്ക് ഫീവർ ആയിരുന്നു. ഞാൻ എന്നിട്ട് കിടപ്പായിരുന്നു. ഇപ്പൊ മരുന്നൊക്കെ കഴിച്ച് ഇപ്പൊ ഒരുമാതിരി ഓക്കെ ആയിട്ടുണ്ട്. അതുകൊണ്ട് ഡോക്ടർ എന്നോട് പറഞ്ഞായിരുന്നു ഫീവർ ആയതുകൊണ്ട് സ്കൂളിൽ പോകണ്ട, കൂട്ടുകാർക്കും കൂടി വരുന്നു. അതുകൊണ്ടാണ് ഞാൻ വരാതിരുന്നത്. എന്നിട്ടിപ്പോ ഫീവറൊക്കെ മാറിയോ നിന്റെ? ആ, മാറി മരുന്ന് കഴിച്ച് നന്നായിട്ട് കുറഞ്ഞു വേണ്ട ഞാൻ വന്നത്. അല്ല, ഞാൻ ഇത്ര ദിവസം വരാതിരുന്ന നോട്ട്സ് ഒക്കെ എനിക്കൊന്ന് തരണേ, എനിക്കൊന്ന് എഴുതി എടുക്കാനാണ് കേട്ടോ. ആ, അതിനെന്താ ഞാൻ തരാം. പക്ഷെ നിനക്ക് എന്റെ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ മനസ്സിലാകോ? ആ, അതൊക്കെ എനിക്ക് മനസ്സിലാവും. എന്തായാലും എന്നേലും നല്ല ഹാൻഡ് റൈറ്റിംഗാ നിനക്ക്. അതുകൊണ്ട് ഞാൻ അതൊക്കെ മനസ്സിലാക്കി എടുത്ത് എഴുതിക്കോളാം. ഇന്ന് പോകുമ്പോ എനിക്ക് തന്നം കേട്ടോ, ഞാൻ നാളെ കൊണ്ടുവന്ന് തരാം. ആ, ഓക്കെ. നീ വരാതെ ഇരിക്കില്ലേ? വരാതെ എന്ന് കഴിഞ്ഞാൽ മിസ്സിന്റെ കയ്യിൽ നിന്ന് എനിക്ക് വഴക്ക് കേൾക്കേണ്ടി വരും ടെക്സ്റ്റ് നോട്ടൊക്കെ തന്നിട്ട്. ഇനി ഞാൻ വരാതെ ഇരിക്കത്തൊന്നുമില്ല. ആ, കാത്തു ഇവിടെ നിൽപ്പുണ്ടല്ലോ. കാത്തുവിനോട് ചോദിക്കാൻ പറ്റിയ അവസരം ഇത് തന്നെയാ. കാത്തു. ആ, എന്താ? എന്തിനാ വിളിക്കുന്നേ? കാത്തുന് മിഠായി വേണോ? നീ ഒന്ന് പോയിക്കോണം അവിടുന്ന്. എനിക്ക് മിഠായും വേണ്ട, ഒന്നും വേണ്ട. എന്നെ വെറുതെ സോപ്പിടാന്ന് വിചാരിക്കുകയും വേണ്ട. അങ്ങനെയൊന്നും വീഴുന്ന ആളൊന്നും അല്ല ഞാൻ. എന്താ കാത്തു, എന്താ പ്രശ്നം? ഒന്നുമില്ല. നീ ക്ലാസ്സിലോട്ട് പോയിക്കോ, ഞാൻ വന്നേക്കാം. ആ, ഓക്കെ കാത്തു. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ വിളിക്കണേ. ആ, ഓക്കെ. ദേ, എല്ലാവരുടെ മുമ്പിൽ ചെന്ന് വെറുതെ നാണം കെടുത്താനായിട്ട് വന്നിരിക്കുവാണല്ലോ ഓരോ കാര്യം ചോദിച്ചിട്ട്. ഇനി ഒന്നും എന്നോട് ചോദിക്കണ്ട കേട്ടോ. എന്നോട് കണ്ണേട്ടൻ പറഞ്ഞു ഒന്നും പറയണ്ടെന്ന്. കണ്ണേട്ടൻ പറയണത് മാത്രമേ ഞാൻ അനുസരിക്കുള്ളൂ. അത് നല്ല കാര്യമല്ലേ ചേട്ടന്മാര് പറയുന്നത് അനുസരിക്കുന്നത്. പക്ഷെ കാത്തു, എനിക്ക് ഒരു ഹെൽപ്പ് ചെയ്തേ പറ്റൂ. ഞാൻ ഒന്നും അറിയാതെ ഞാൻ വെറുതെ തെറ്റുകാരി ആയിക്കൊണ്ടിരിക്കുന്നത്. കണ്ണൻ എന്നോട് മിണ്ടുന്നും കൂടി ഇല്ല കാത്തു. പ്ലീസ് കാത്തു, ഒന്ന് പറ കാത്തു, എന്താ നിങ്ങളുടെ വീട്ടിലുണ്ടായ പ്രശ്നം? ഞാൻ അറിഞ്ഞോണ്ടല്ല കാത്തു, എൻ്റെ കൂട്ടുകാരാ ഞാൻ ഈ ലെറ്റർ അവൻ്റെ ബാഗിൽ വെച്ചത്. എനിക്ക് അവൻ ഒത്തിരി ഇഷ്ടമാ കാത്തു. ഒരാളെ ഇഷ്ടമാണെന്നുണ്ടെങ്കിലേ ആദ്യം അത് മുഖത്ത് നോക്കി പറയാനുള്ള ചങ്കൂറ്റാ കാണിക്കണ്ടേ. അല്ലാതെ ഇങ്ങനെ ലെറ്റർ ഒക്കെ വെച്ചിട്ട് വെറുതെ ഓരോ വഴക്കും പണിയും ഉണ്ടാക്കി വെക്കുകയല്ല ചെയ്യേണ്ടത്. ചേച്ചിക്കറിയോ, ചേച്ചി കാരണം എൻ്റെ അമ്മ ഹോസ്പിറ്റലിൽ വരെയായി. ഞാൻ കാരണം ഞാൻ എന്ത് ചെയ്തു കാത്തു? ഞാൻ എന്ത് ചെയ്തെന്നാ നീ പറയുന്നേ? ഇനി അതും കൂടി ഞാൻ പറഞ്ഞേനോ. ബാഗിന്ന് കിട്ടിയ ലെറ്റർ ഇല്ലേ, ആ ലെറ്റർ വായിച്ചു അമ്മ കണ്ണേട്ടനെ കുറെ വഴക്കൊക്കെ പറഞ്ഞു. ആ പേരിൽ ഞാനാണ് ചെയ്തതെന്ന് പറഞ്ഞു ഞാനും കണ്ണേട്ടനും തമ്മിൽ വഴക്കായി. ലാസ്റ്റ് ഞങ്ങളെ ബോർഡിംഗ് സ്കൂളിലാക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടും വീട് വിട്ടിറങ്ങി ഞങ്ങൾ വേറെ സ്ഥലത്ത് പോയി 2 ദിവസം ഞങ്ങൾ നിന്നു. അങ്ങനെ അതൊക്കെ അറിഞ്ഞ് ഞങ്ങളുടെ അമ്മയ്ക്ക് അച്ഛന് ഒത്തിരി സങ്കടം. അങ്ങനെ ബോധം കെട്ട് വീണത് അമ്മ. എന്നിട്ട് അമ്മ 2 ദിവസം ഐസിയുലായിരുന്നു. ചേച്ചിക്ക് ഇത് വല്ലതും അറിയോ? ചേച്ചിക്ക് ഇതിന്റെ വല്ലതും ആവശ്യം ഉണ്ടായിരുന്നോ? അയ്യോ മോളെ കാത്തു, നീ എന്നെ വെറുതെ കുറ്റപ്പെടുത്തരുത്. എൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. ഞാൻ സത്യം പറയുന്നേ. ഞാനല്ല അവരോട് ലെറ്റർ ബാഗിൽ വെക്കാൻ പറഞ്ഞത്. ഞാനത് ചുമ്മാ എഴുതിയെന്നേ ഉള്ളൂ. കണ്ണൻ്റെ അടുത്ത് പോകാനോ നേരിട്ട് പറയാനോ ഒന്നുള്ള ഒരു ധൈര്യം എനിക്ക് ഇല്ലായിരുന്നു. അതുകൊണ്ടാ. വേണ്ട, ഇനി ഒന്നും പറയണ്ട. ഞാൻ പറഞ്ഞെന്ന് ചേട്ടനോട് പറയരുത്. ഞാൻ പറഞ്ഞെന്ന് ചേട്ടനോട് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ പിന്നെ എന്നോട് ജന്മത്ത് പിണ്ടില്ല. ചേച്ചിക്ക് അറിയില്ല, അതുകൊണ്ടാ ചേട്ടൻ എന്തെങ്കിലും ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആരെ കൊണ്ടോ അത് മാറ്റി നിർത്താൻ പറ്റില്ല. ഞാനിനി എന്താ ചെയ്യാ? എന്ത് ചെയ്താലാ കണ്ണൻ എന്നോടൊന്നും മിണ്ടുക? നിനക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരുമോ? എനിക്ക് അവൻ അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടാ. വേണ്ട, എന്റെ ചേട്ടനെ ആരും ഇഷ്ടപ്പെടണ്ട. ഞാനല്ലാതെ എന്റെ ചേട്ടനെ വേറെ ആരും ഇഷ്ടപ്പെടുന്ന എനിക്ക് ഇഷ്ടമല്ല. കാത്തു, അങ്ങനെ പറയല്ലേ കാത്തു, പ്ലീസ്. എനിക്ക് നിന്റെ ചേട്ടനെ ഒരുപാട് ഇഷ്ടമായതുകൊണ്ടാ. ഒത്തിരി നാളായിട്ട് ചേട്ടനോട് പറയണമെന്ന് ഞാനത് മനസ്സിൽ ആലോചിച്ച് നടക്കും. പക്ഷെ അവൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ എൻ്റെ കാല് കൂട്ടിയിടിക്കും.
എൻ്റെ തൊണ്ട വരളും, എൻ്റെ നെഞ്ചിടിപ്പ് കൂടും. എന്താണെന്ന് എനിക്കറിയില്ല. എനിക്ക് അവനോട് പറയാൻ പറ്റുന്നേ ഇല്ല. പക്ഷെ ഇന്ന് രണ്ടും കൽപ്പിച്ച് ഞാൻ പറഞ്ഞപ്പോഴത്തേക്ക് അവൻ ഒരുപാട് പൊട്ടിത്തെറിച്ചു. അതെന്താണെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. പക്ഷെ എനിക്ക് ഇപ്പം മനസ്സിലാവുന്നുണ്ട്, അവൻ്റെ ഭാഗത്ത് ശരിയുണ്ട്. ഞാൻ അങ്ങനൊന്നും ചെയ്യരുതായിരുന്നു. കാത്തു, എനിക്ക് നിന്റെ വീട്ടിൽ വന്ന് നിന്റെ അമ്മയുടെ കാല് പിടിച്ച് ഉമ്മേനോട് മാപ്പ് പറയണമെന്നുണ്ട്. പക്ഷെ എന്നെ കൊണ്ട് പറ്റില്ല കാത്തു. അവൻ എന്നെ വീട്ടിലോട്ട് അടുപ്പിക്കത്ത് കൂടിയില്ല. എങ്ങനെയെങ്കിലും അവനോട് പറ എന്നോടൊന്നും മിണ്ടാൻ. അവനെന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും വേണ്ട, എന്നോട് മിണ്ടാതെ നടക്കുമ്പോൾ എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, ഒന്ന് സമാധാനമായിട്ട് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. കാത്തു, ഒന്ന് പറ നീ അവനോട്. ഞാൻ എന്ത് സഹായം വേണമെങ്കിലും നിനക്ക് ഞാൻ ചെയ്തു തരാം. എന്നെ സോപ്പിട്ടിട്ട് ഒരു കാര്യമില്ല. ചേട്ടന് ഇഷ്ടപ്പെടുന്ന പോലെ എന്തെങ്കിലും കാര്യം ചെയ്യാനാണ് ഇനി നോക്കേണ്ടത്. നിന്റെ ചേട്ടനെ ഞാൻ എങ്ങനെ ഇനി ഇഷ്ടപ്പെടുത്തേണ്ടത്? അതിന് നല്ലൊരു ഐഡിയ എന്തെങ്കിലും ഉണ്ട്. എന്ത് അത്?